ഭൂമി ലോകത്ത് സംഭവിക്കുമെന്ന് ഉറപ്പുള്ള ഒരേ ഒരു കാര്യം മരണമാണ്. ജനിച്ചാൽ ഒരു നാൾ ഞാനും നിങ്ങളുമൊക്കെ ഈ ഭൂമി വിട്ടു പോകേണ്ടി വരും. അങ്ങനെ ഈ ഭൂമി ലോകത്ത് ജീവിക്കണമായിരുന്നുവെങ്കിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിക്കണമായിരുന്നു. നാം ഒരു തറവാട്ടിൽ നിന്നും വന്നവരാണ്. ആ തറവാട്ടിലേക്ക് പോകാനുള്ള യാത്രയിലാണ് ഈ ഭൂമി ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. വളരെ തുച്ഛമായ കാലയളവ്. ആ തറവാട്ടിലേക്ക് തന്നെ തിരിച്ചു മടങ്ങാനുള്ള ഒരുക്കങ്ങളാണ് നമ്മിൽ നിന്നും ഉണ്ടാകേണ്ടത്. സ്വർഗമാണ് നമ്മുടെ തറവാട്. ആ തറവാട്ടിലേക്ക് പോകാൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ ഓരോ സെക്കൻഡിലും അവരവരുടെ മരണത്തെക്കുറിച്ച് ഓർക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി ഓർമ്മപ്പെടുത്തിയത്. അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന, എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന, എല്ലാ ആനന്ദങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ഓർക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് അള്ളാന്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, നബിയെ, ആരാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ? ആരാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് സഹാബത്ത് അള്ളാന്റെ റസൂലിനോട് ചോദിക്കുമ്പോ പ്രവാചകർ പറയുന്നുണ്ട്, മരണശേഷത്തെ ജീവിതത്തിന് വേണ്ടി അമൽ ചെയ്യുന്നവരാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഓരോ മരണവും കാണുമ്പോൾ നമ്മൾ ചിന്തിക്കണം, അടുത്ത ഊഴം ഞാനാണോ റബ്ബേ? ഈ മനുഷ്യൻ വീടുണ്ടായിരുന്നു, കാറുണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, കുടുംബമുണ്ടായിരുന്നു, എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്ന മനുഷ്യൻ ഇന്ന് പുൽപ്പായിൽ കിടത്തി 3 വെള്ള തുണിയിൽ പൊതിഞ്ഞ് ആളുകളൊക്കെ കൂടിയിരുന്ന് മയ്യത്ത് നിസ്കരിക്കുകയാണ്. അദ്ദേഹത്തിന് സമ്പാദിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ മാത്രമാണ്. ഇതുപോലൊരു കിടത്തം നമ്മളും കിടക്കേണ്ടവരാണ്. 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് എന്തുണ്ടായിട്ട് എന്താ കാര്യം? സൽക്കർമ്മങ്ങൾ മാത്രമാണ് നാളെ ഖബറിൽ നമുക്ക് കൂട്ടിനുണ്ടാവുക. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഓരോ മരണവും നമുക്ക് ഗുണപാഠമാകണം. ഓരോ മയ്യത്തിനെ കാണുമ്പോഴും നമുക്ക് ഗുണപാഠമാകണം. ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. അള്ളാഹുവിനോട് തൗബ ചെയ്യണം. അള്ളാഹു തന്ന ആരോഗ്യവും, അള്ളാഹു തന്ന സമയവും, അള്ളാഹു തന്ന ജീവിതവുമൊക്കെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി തന്നെ നമ്മൾ ചെലവഴിക്കണം. ആ രൂപത്തിൽ തന്നെ നമ്മൾ ജീവിക്കണം. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് തരട്ടെ. അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും മുഅ്മിനേ. അല്ലെങ്കിൽ നമ്മൾ കയ്പുനീര് കുടിക്കേണ്ടി വരും മുഅ്മിനേ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മൾ മരിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്ന സ്വാലിഹീങ്ങളെ തന്ന് അനുഗ്രഹിക്കട്ടെ. നമുക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്ന മക്കളെയും പിൻഗാമികളെയും അള്ളാഹു തന്ന് അനുഗ്രഹിക്കട്ടെ.